ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്കാലപ്പ് ഡിസൈന് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എംബ്രോയിഡറി മെഷീൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഉഷ ജാനോവിൻ്റെ വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്നുള്ള ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പാറ്റേൺസ് എങ്ങനെയാണ് വരച്ചെടുക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ന്യൂസ് പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള ഷീറ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചെടുക്കുക. ഇങ്ങനെ വെച്ചാൽ ആ സ്കാലപ്പ് ഡിസൈൻ ഇങ്ങനെ വളഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് എത്ര ഉയരത്തിലാണ് ഇതിൻ്റെ സ്കാലപ്പ് അത് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ മേലെയും കൂടെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ക്യാപ്പ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽവശം ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈന് വളഞ്ഞു പോകാതെ കൃത്യം ഒരേ ലൈനിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് കംപ്ലീറ്റ് വരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതോടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ല, ഇത് ഞാൻ ഇതുപോലെ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് വരച്ചെടുത്തതാണ്. ഇനി ഇതിനേക്കാൾ ചെറിയതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ സർക്കിൾ ഉള്ളത് എടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചെടുക്കാം. മേലെയും താഴെയും ലൈന് വരച്ചെടുത്താൽ വളയാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടി ചെറിയ ഇതായി. ഇതിനേക്കാൾ വീതി കുറഞ്ഞിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ലൈന് കുറച്ചുകൂടി താഴേക്ക് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ക്യാപ്പ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് കുറച്ച് വലിയ സൈസാണ്. ഇത് അതിനേക്കാളൊന്ന് ചെറുതായിട്ടുള്ള ഒരു സ്കാലപ്പ് ഡിസൈനാണ്. മറ്റൊരു മോഡൽ ഞാനിവിടെ ചെയ്ത് വെച്ചത് ഇതാണ്. ഒന്നിൻ്റെ മേലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന രീതിയിൽ. ഇതുമ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ താഴ്വശത്ത് ഒരു ബോർഡറായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മളിത് കോമൺ ആയിട്ട് ചെയ്യുന്നത് ഷോളിൻ്റെ ബോർഡറിലായിട്ടാണ്. ഷോളിൽ മാത്രമല്ല, സാരീൻ്റെ ബോർഡർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഒക്കെ സ്ലീവ്സിൽ ചുരിദാറിൻ്റെ താഴ്വശത്തുള്ള ബോർഡറിലൊക്കെ നമുക്ക് ഈ സ്കാലപ്പ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഈ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സിൽക്ക് ത്രെഡാണ്. ഇത് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. 20-25 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു റോളിന് വരുന്നത്. സാധാരണ നൂലിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു നൂലിൽ ചെയ്യുന്ന അത്ര ഒരു ഗ്ലോസി ഫിനിഷ് ഈ ഒരു സാധാ ത്രെഡിൽ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടൂല. പിന്നെ ആരി വർക്ക് ചെയ്യുന്ന ആ ഒരു ത്രെഡിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാവുമ്പോൾ നല്ലൊരു ഭംഗിയിൽ ഗ്ലോസിയിൽ നല്ല ഫിനിഷിങ്ങോട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലോത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇത് ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു പീസ് ക്ലോത്ത് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബോർഡറിന് ഒരു 4-5 ഇഞ്ച് ഇങ്ങനെ മാറ്റിയിട്ടാണ് സ്കാലപ്പ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൽ ഈ ഒരു പേപ്പർ വെച്ച് കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വളയാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മാർക്കർ എടുത്തിട്ട് ഈ ഒരു മാർക്കർ പെന്നാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ചോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് അത് മാഞ്ഞു പോകും. ആ ലൈനൊന്നും കറക്റ്റായിട്ട് കിട്ടൂല, ആ ഒരു പാറ്റേൺ ഒന്നും. ഇങ്ങനെ ഒരു മാർക്കർ യൂസ് ചെയ്താൽ ഇത് ക്ലോത്തിൽ വരയ്ക്കുന്ന മാർക്കറാണ്, വാഷബിൾ ആയിട്ടുള്ള മാർക്കറാണ്. ഒന്ന് വാഷ് ചെയ്താൽ തന്നെ ഈ ഒരു കളർ പോകും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അത് നമുക്കിതുപോലൊരു സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഡിസൈന് കറക്റ്റായിട്ട് ഈ ലൈനിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ക്ലോത്തിൽ ഇത് അടയാളപ്പെടുത്താം. ഇത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാറ്റേൺ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ക്ലോത്ത് ഇതുപോലെ ചുളിഞ്ഞ് പോവാതൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പേപ്പർ വെക്കുക. ആദ്യം റഫായിട്ടൊരു സ്റ്റിച്ച് ഇവിടെ 2 സൈഡിലും കൊടുക്കുക.
ആ പേപ്പറും അങ്ങോട്ടോട്ട് തെന്നി പോവാതെ നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ക്യാൻവാസ് ഷീറ്റ്, കാരണം കുറഞ്ഞ ക്യാൻവാസും യൂസ് ചെയ്യാം. അതാവുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കലൊരു പണിയായിരിക്കും. പേപ്പർ ആകുമ്പോൾ ഈ ഒരു ഡിസൈനിൽ ചെയ്യുന്നതോട് ഉടനെ പേപ്പർ ആ ഒരു ഭാഗത്ത് കട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും. നമുക്ക് ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്തിട്ടും ഇത് ചെയ്തെടുക്കാം. ക്ലോത്ത് ഫ്രെയിമിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രെയിം ഒന്ന് നീക്കി കൊടുത്തിട്ട് ഓരോരോ പാർട്ടായിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ സ്കാലപ്പ് ഡിസൈൻ ചെയ്യുന്നത് ഈ ഉഷ ജാനോവിൻ്റെ ഈ ഒരു വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്നുള്ള ഈ ഒരു മെഷീനിലാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു സി സ്റ്റിച്ച്. സി എന്ന് പറഞ്ഞാൽ സിഗ്സാഗ് സ്റ്റിച്ചാണ് വരുന്നത്. ആ സിഗ്സാഗ് സ്റ്റിച്ചാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത്ത് ഈ 0 to 1 മിഡിലായിട്ടാണ് വെക്കുന്നത്. വിടുത്തെടുത്തത് 4, 3 ആ ഒരു റേഞ്ചിലായിട്ടാണ്. ആ വിടുത്ത് കൂടുതലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 4, 5 ഇട്ട് നല്ല വിടുത്തിലുള്ള സ്റ്റിച്ച് കിട്ടും. വിടുത്ത് കുറഞ്ഞതാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ 3-യിലോ 2-ലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വിടുത്ത് കുറഞ്ഞ സ്റ്റിച്ചും കിട്ടും. ആ ക്ലോത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാനൊരു പേപ്പർ വെച്ചു. എന്നിട്ട് ഇതിന് 2 സൈഡിലൊന്ന് പേപ്പർ മൂവ് ചെയ്ത് പോവാതെക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പാറ്റേണിൻ്റെ മേലെ കൂടെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഓരോ ഷേപ്പിൻ്റെ മേലെ കൂടെ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ബാക്ക് വശത്തുള്ള പേപ്പർ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഈ സ്റ്റിച്ചും കളയാം. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് പോയിക്കോളും. ഇനി നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോൾഡറിങ് അയൺ ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ തന്നെ ഓൺ ആക്കി വെക്കണം. എന്നാലേ ഈ ഒരു ഭാഗം നന്നായിട്ട് ചൂടായിട്ട് വരുന്നുള്ളൂ. അതുപോലെ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം, ഇത് കയ്യിൽ തട്ടാതെ, അത്ര നല്ല ചൂടാണ്, കയ്യിൽ തട്ടാതെ സൂക്ഷിക്കുക. നമുക്കിത് മെല്ലെ ഇതിൻ്റെ സൈഡിലൂടെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എൻ്റെയൊക്കെ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തി തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വേറൊരു ഡിസൈനിൽ ഈ ഒരു പാറ്റേണിൽ ഞാൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ താഴെ ഞാൻ ക്യാൻവാസ് പേപ്പർ ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല ഭംഗിയിൽ ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ക്യാൻവാസ് വെക്കുമ്പോൾ അത് ലാസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണുള്ളത്. അപ്പോൾ ക്യാൻവാസിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.